ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ക്രിപ്റ്റോ മാർക്കറ്റ് ക്രാഷിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ക്രാഷിലോട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 50,000 USD വരെ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വോളിയം ഡൗണിലോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ട്രേഡേഴ്സ് ആണെങ്കിൽ പെർപെച്വലി നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ്, വോളിയം നല്ല രീതിയിൽ വേരിയേഷൻ വരുന്ന ടൈം ലോങ് ആയിരുന്നാലും ഷോർട്ട് ആയിരുന്നാലും മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ആ ഒരു അവസരം എന്ന് പറയുന്നത് എപ്പോഴും മാർക്കറ്റിൽ കിട്ടില്ല. അതുകൊണ്ട് പെർപെക്ച്വൽ ട്രേഡ് ചെയ്തവർക്ക് മിക്കവരും നല്ല രീതിയിൽ പ്രോഫിറ്റ് ആണ്. ഇനി അടുത്ത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50,000 USD തന്നെയാണ്. അതേസമയം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുക. ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് തന്നെ ഏകദേശം 2367 വരെ വന്നിട്ടുണ്ടായിരുന്നു. 2457 നിന്നും നല്ല രീതിയിലുള്ള വേരിയേഷനാണ്. അതനുസരിച്ച് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസും ഡൗണിലോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ മാർക്കറ്റും, ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആവട്ടെ, അതുപോലെ തന്നെ USA ആവട്ടെ, എല്ലാത്തിലും നല്ല രീതിയിൽ ഡൗൺ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അവസരം എന്ന് പറയുന്നത് നമുക്ക് ക്രിപ്റ്റോയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാക്സിമം ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ലോങ് ടൈമിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ലൈറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കണ്ടോ, ഏകദേശം 52 വരെ വന്ന്. നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യമുണ്ടെങ്കിൽ ഒരു പകുതി ലൈറ്റ് കോയിൻ, ഒരു 25-ന് നിങ്ങൾക്ക് 25 USDക്ക് ഏകദേശം ഒരു പകുതി ലൈറ്റ് കോയിൻ കിട്ടുന്നതായിരിക്കും. ലോങ് ടൈമിന് താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വസീറസ് ടോക്കൺ ഏകദേശം 0.10 വന്നിട്ടുണ്ട്. ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് വെക്കാവുന്നതാണ്. CET അത്ര വലിയ രീതി ഡൗണിലോട്ട് വീണിട്ടില്ല, അതേ ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ XRP ഒക്കെ നല്ല രീതിയിൽ തന്നെ വീണ്ടും കണ്ടോ 0.45 വരെ വന്നിട്ട് ഇപ്പോൾ 0.50 ആണ്. കാർഡിനോയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട് കണ്ടോ. കാർഡിനോ എന്ന് പറയുന്നത് 0.25 വരെ വന്നിട്ടുണ്ട്. ലോങ് ടൈം താല്പര്യമുള്ളവർ ബൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹോൾഡ് ചെയ്യുക. ഷിബയും നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു എന്നിട്ട് കഴിഞ്ഞാൽ കണ്ടോ 1100 അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അവസാനത്തെ 4 ഡിജിറ്റാണ് പറയുന്നത്. 1100 വരെ വന്നിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈമിനാണെങ്കിൽ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു അവസരം എന്ന് പറയുന്നത്. അതുകൊണ്ട് മാക്സിമം താല്പര്യമുള്ളവർ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്ത് നമ്മുടെ വെർജ് എന്ന് പറയുന്ന കുറേ നാളിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഡൗണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 0.0027. ഓക്കെ, ആ ഒരു ബൈ പ്രൈസ് റേഞ്ചിൽ വെർജ് ബൈ ചെയ്യാമെന്നിട്ട് കഴിഞ്ഞാൽ ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അടുത്ത EOS എന്ന് പറയുന്നതും ഓപ്പർച്യൂണിറ്റിയാണ്. ഏകദേശം 0.42 വരെ വന്നിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. അടുത്ത ട്രോൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈ ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. നേരത്തെ മുമ്പുള്ള വീഡിയോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രോൺ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബൈ ചെയ്യുന്ന റിസ്ക് കൂടുതലാണ്. എന്നാൽ നമ്മുടെ ഡോഗിയിൽ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. 0.09 ആണ് നിൽക്കുന്നത്. 0.05 ഞാൻ പലതവണ പറഞ്ഞതാണ്, ഡോഗി താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം ആണെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന്. അതുപോലെ തന്നെ ഡിഗി ബൈറ്റ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. 0.006 ആണ്. ഓക്കെ, നല്ല പ്രോജക്റ്റാണ്. ഇനി അടുത്ത് നമ്മുടെ ഡോട്ടും 4 USD 32 സെൻറ്റ്, കുഴപ്പമില്ല. ഓക്കെ, എന്നാൽ MXC ടോക്കൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു $3.5 താഴെ വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, കൂടുതൽ ക്വാണ്ടിറ്റി MXC ടോക്കൺ ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കൂടുതലാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. എന്നാൽ സിലിക്കയ്ക്ക് എന്ന് പറയുന്ന ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചിലാണ്. സിലിക്ക എന്ന് പറയുന്നത് ഏകദേശം 0.0128 ഒക്കെയാണ് നിൽക്കുന്നത്. കുഴപ്പമില്ല. ബാറ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റ് വേണമെങ്കിൽ ഇതേ പ്രൈസ് റേഞ്ച് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. അയോട്ട കുറേ നാൾക്ക് ശേഷം ഏറ്റവും അടിപൊളി പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട്. 0.10 അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 0.12 ആണ്. 0.14 ഞാൻ പലതവണ ലോങ് ടൈമിന് ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് പിന്നെ 0.44 വരെ നമ്മുടെ അയോട്ടയുടെ പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് യൂണിയൻ എന്ന് പറയുന്ന പ്രോജക്റ്റും $5 ആണ്. നേരത്തെ ഞാൻ $4 പലതവണ ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് ഏകദേശം $17 വരെ പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും $5-5.5 റേഞ്ചാണ്. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈമിന് ട്രൈ ചെയ്യാവുന്നതാണ്. മാറ്റിക്ക് മുമ്പുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 0.50 ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈം മാറ്റിക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അതിൻ്റെ അകത്ത് റിസ്ക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാറ്റിക്ക് 0.40 ആണ്. ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മുടെ എതീരിയം ക്ലാസിക് എന്ന് പറയുന്ന ഒരു എതീരിയം ക്ലാസിക്കെങ്കിലും ബൈ ചെയ്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. 17 USD റേഞ്ചാണ് നിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് പകുതി എതീരിയം ക്ലാസിക്കാണ് ബൈ ചെയ്യാൻ താല്പര്യമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്.
ഞാൻ പറഞ്ഞിട്ടുണ്ട് എതീരിയം ക്ലാസിക് എന്ന് പറയുന്ന 100 USDക്ക് മുകളിലൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലെന്ന് ഞാൻ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത CSPR എന്ന് പറയുന്നത് ഏകദേശം 0.20 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ബൈ എടുക്കാവുന്ന, പക്ഷേ 0.015 ഒക്കെയാണ് നിൽക്കുന്നത്. നേരത്തെ 0.02 ബൈ ചെയ്തിട്ടുള്ളവർ ഈ ഒരു പ്രൈസിൽ ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നേരത്തെ ബൈ ചെയ്തിട്ടില്ലെങ്കിൽ CSPR ലോങ് ടൈമിന് താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഗലെ എന്ന് പറയുന്ന പ്രോജക്റ്റ് 0.016 കുഴപ്പമില്ല, വേണമെങ്കിൽ ബൈ ചെയ്യാം. എന്നാൽ ലിങ്ക് എന്ന് പറയുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ലിങ്ക് അല്ലെങ്കിൽ 2 ലിങ്കെങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏകദേശം 9 USD 9.5 USD റേഞ്ചിലാണ്. ഗേറ്റ് ടോക്കണും അങ്ങനെ ഒരു അവസരം വന്നിട്ടുണ്ട്. 6 USD റേഞ്ചിലാണ്. ഒരു ഗേറ്റ് ടോക്കൺ അല്ലെങ്കിൽ 2 ഗേറ്റ് ടോക്കണെങ്കിലും ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു 30,000 USD വരികയാണെങ്കിൽ ഇതിനേക്കാളും ഇപ്പോഴുള്ള ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വീണ്ടും 100% ഡൗണിലോട്ട് പോകുന്നതായിരിക്കും. അതാണ് അവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത്. അതനുസരിച്ച് മാത്രം ട്രൈ ചെയ്യുക. ഇത്രയും മാത്രമല്ല, ധാരാളം പ്രോജക്റ്റ് ഇനിയുണ്ട്. അതിൻ്റെ ബൈ പ്രൈസ് എല്ലാം പറയുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക, അടുത്തൊരു വീഡിയോയിലായിരിക്കും പറയുന്നത്. ബാറ്റ് എന്ന് പറയുന്നത് ഏകദേശം 0.13 താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്ക് വെർജ് എന്ന് പറയുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. EOSും മാറ്റിക് ഇതെല്ലാം ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. താല്പര്യമുള്ളവർക്ക് മാക്സിമം ബൈ ചെയ്ത് ലോങ് ടൈമിന് വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം ഒരു ഹൈ ട്രെൻഡ് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്നൊരു ഇടിവ് വരികയാണെങ്കിൽ, ഏകദേശം 2400 നിന്ന് 2200 വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും ഡൗണിലോട്ട് പോകുന്നതായിരിക്കും. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് വീണ്ടും 100 to 150% വരെ ഡൗണിലോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് റിസ്ക് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കൂടുതലാണ്. പക്ഷേ നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യമുള്ളത് നല്ല പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബൈ പ്രൈസ് റേഞ്ചും പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി BNB എന്ന് പറയുന്നത് കണ്ടോ, BNBക്കകത്ത് വോളിയം നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം 400 വരെ പോയിട്ടുണ്ട്. മിക്കവാറും BNB എന്ന് പറഞ്ഞാൽ പുതിയൊരു ഹൈലോട്ട് പോകുന്നതായിരിക്കും. 25 USDയിലൊക്കെ ഒരു BNB ഞാൻ ബൈ ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് ഏകദേശം 720 പോയിട്ടാണ് കണ്ടോ വീണ്ടും 400 നിൽക്കുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എതീരിയം എന്ന് പറയുന്നത് ഏകദേശം 2000 USD പോയിട്ട് ഇപ്പോൾ 2400 വോളിയം നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. ബിറ്റ്കോയിൻ, ലൈറ്റ് കോയിൻ, അതുപോലെ തന്നെ എതീരിയം, BNBക്കകത്തെല്ലാം വോളിയം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്കാൽപ്പ് ചെയ്യുന്നവർ വോളിയം അനുസരിച്ച് മാത്രം ട്രൈ ചെയ്യുക. അല്ലാത്ത പക്ഷം റിസ്ക് കൂടുതലാണ്. കാർഡിനെയും ഏകദേശം 0.30 നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈമിന് വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു നല്ല രീതിയിലുള്ള സെല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, പല ഇൻവെസ്റ്റേഴ്സും ഈ ഒരു അവസരത്തിൽ കൂടുതൽ ബൈ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത് ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന പുതിയൊരു ഹൈലോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. കണ്ടോ, ഇവിടെ 70,000 USD ഏകദേശം 54,000 53,000 നിന്നാണ് 70,000 കൊണ്ടുപോയത്. എന്നിട്ട് വീണ്ടും 50,000 USDയിലോട്ട് വന്നു. ചിലപ്പോൾ ഇനി അടുത്തൊരു റേഞ്ച് എന്ന് പറയുന്നത് പുതിയൊരു ഹൈലോട്ട് വേണമെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോകാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് ഡയറക്ഷനിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോയിരുന്നാലും അതിനനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് ചേഞ്ച് ആവുന്നതായിരിക്കും. അതനുസരിച്ച് നമ്മൾ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള അനുസരിച്ച് എങ്ങോട്ട് മാർക്കറ്റ് പോയിരുന്നാലും നമുക്ക് ലാഭം തന്നെയാണ്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. ഇസ്രയേൽ ഇറാൻ യുദ്ധം അത് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അത് ഞാൻ പറയുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ പ്രൈസ് ചേഞ്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും വലിയ രീതിയിൽ വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മാർക്കറ്റ് എന്ന് പറയുന്ന സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്ത് മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ റിസ്ക് കൂടുതലാണ്. പെർപെച്വൽ ചെയ്യുന്നവർ ലിവറേജ് കുറച്ച് വെച്ച് മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.